إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة نار. أعوذ بالله من الشيطان الرجيم. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. പുണ്യങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ വളരെ വേഗത്തിൽ നമ്മളിലൂടെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടകരവും ഭയാനകവുമായ വാർത്തകൾ, ഭയപ്പെടുത്തുന്ന വാർത്തകൾ റമദാനിന്റെ ഓരോ പ്രഭാതവും പുലരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മയെല്ലാം കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രായ വ്യത്യാസമില്ലാതെ ലഹരിയുടെയും മ്യൂസിക്കിന്റെയും സിനിമകളുടെയും ലിബറൽ ചിന്തകളുടെയും വ്യത്യസ്ത രൂപത്തിലുള്ള അഡിക്ഷനുകളും കാരണത്താൽ കേരളത്തിന്റെ കുടുംബരംഗം, സാമൂഹ്യരംഗം കലാപഭൂമിയായിരിക്കുകയാണ്. തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൊന്ന് വളരെ ലാഘവത്തോടുകൂടി, വളരെ നിർഭയത്വത്തോടുകൂടി അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്ന പുതു തലമുറയിൽ നിന്ന് നാം വായിക്കേണ്ട സന്ദേശം അതിഭയാനകമാണ്. ജന്മം നൽകിയ ഉമ്മയെ കൊന്ന് മൊഴി നൽകിയത് തനിക്ക് ജന്മം നൽകിയതിനാലാണ് എന്നതാണ്. അതുപോലെ തന്നെ ജന്മം നൽകിയ മാതാവിനെ അടക്കം 6 പേരെ കൊന്ന വാർത്ത വേറെയും നമ്മൾ കേൾക്കുന്നു. പുതിയ തലമുറയുടെ സഞ്ചാരം എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുകയാണ് എല്ലാവരും. കുട്ടികളുടെ കുറവ് കാരണത്താൽ തെറ്റുകൾ അധികരിക്കുകയും തെറ്റിനത് പ്രേരണയാവുകയും ചെയ്യുന്നു എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അരാജകത്വങ്ങളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന് എങ്ങനെ ഈ തലമുറയെ രക്ഷപ്പെടുത്താമെന്നത് കേരളത്തിന്റെ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ഈ ദിനങ്ങളിൽ നാം നിലകൊള്ളുന്ന ഈ മാസത്തിൽ അവതീർണമായ പരിശുദ്ധ ഖുർആനിന് ഉത്തരം നൽകാനുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമദാനിലാണ് ഖുർആനിന്റെ അവതീർണത. എന്തിനാണിത്? ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യമേത് അസത്യമേത്, നീതിയേത് അനീതിയേത്,
കൃത്യമായി ധാർമ്മികതയും അധാർമികതയും വ്യവച്ഛേദിച്ച് ജനങ്ങൾക്ക് മാർഗദർശകമായിട്ട് അവതീർണമായ ഗ്രന്ഥമാണിത് എന്ന് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തോട് പരിശുദ്ധ ഖുർആനിന് പറയാനുള്ളത്, ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്നത്. ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു മാർഗം, ഒരു വഴി മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്, ഒരു പ്രത്യയ ശാസ്ത്രത്തിന്, ഒരു മതത്തിന് ചൂണ്ടിക്കാണിച്ചു തരാൻ സാധ്യമല്ലാത്ത വിധം കൃത്യമായ ഡയറക്ഷൻ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. എല്ലാ നിലക്കുമുള്ള ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്നു. ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക്, ബഹുവചനമായിട്ടാണ് പ്രയോഗിച്ചത്. ദുലുമാത്ത്, എല്ലാ നിലക്കുമുള്ള ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി കാണിക്കുന്നു. അല്ലാഹു വലിയുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇല ദുലുമാത്ത്. പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് നയിക്കുന്ന ശക്തികൾ ഭൂമുഖത്തുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അവിടെയാണ് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ ഖുർആനുമായി നമ്മൾ അടുക്കുകയും ഖുർആൻ പ്രാവർത്തികമാക്കുകയും അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശമാണ് നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാസത്തിൽ പകർന്നു നൽകിയിട്ടുള്ളത്. അതുമായി അടുക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാത്തവരും ഒരിക്കലും തുല്യമല്ല. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ഈ നൂറുമായി ജനങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരാൾ കമം മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജി മിൻഹാ, അന്ധകാരങ്ങളിൽ പ്രകാശം ലഭിക്കാതെ, മാർഗദർശനം കിട്ടാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരാളെ പോലെ ഒരിക്കലും നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നാം കാണുന്ന എല്ലാ നിലക്കുമുള്ള കുറ്റകൃത്യങ്ങളുടെ പിറകിൽ, കൊലപാതകങ്ങളുടെ പിറകിൽ, അവയുടെയൊക്കെ അടിസ്ഥാനം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലഹരിയാണ്, അതുപോലെ തന്നെ മ്യൂസിക്കാണ്, പലിശ ഇടപാടുകളാണ്. ഇത്തരം പല നിലക്കുമുള്ള അഡിക്ഷനിൽ ജനങ്ങൾ പെട്ടുപോയതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കൊലപാതകത്തിലെത്തിയ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പുതിയ തലമുറ പലപ്പോഴും ലഹരി മാഫിയയുടെ കെണിയിൽപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതൊക്കെ പിശാചിന്റെ മ്ലേച്ഛമായ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. തുഫ്ലിഹൂൻ, അത് ഉപേക്ഷിച്ചാലേ നിങ്ങൾക്ക് വിജയമുള്ളൂ. പിശാച് ഇത്തരം ലഹരിയിലൂടെ, ഇത്തരം ചൂതാട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ? ശൈത്താൻ അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ള, നിങ്ങൾക്കിടയിൽ ശത്രുത, വിദ്വേഷം അത് ഇതിലൂടെ ഉണ്ടാക്കി തീർക്കുകയാണ്. അതുവഴി അവൻ അല്ലാഹുവിൽ നിന്ന്, റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന്, വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅറത്തിൽ നിന്ന്, റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവൻ നിങ്ങളെ തടയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള, പകർന്നു നൽകിയ വിശ്വാസം അത് ഉൾക്കൊള്ളുകയും അത് നമ്മൾ പങ്കുവെക്കുകയും ചെയ്യുക. അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, അതിനനുസൃതമായ ജീവിതം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ പൂർണ്ണമായ നിർഭയത്വം നമുക്കുണ്ടാകും. നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ വെച്ചാണ് നമ്മളെ മരണം പിടികൂടുന്നതെങ്കിലും ആ മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് നമ്മൾ ഒറ്റക്കാണ്. മരണമെന്ന പ്രതിഭാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്ന കാഴ്ചകൾ നമ്മൾ ഒറ്റക്ക് കാണേണ്ടതാണ്, ഒറ്റക്ക് അഭിമുഖീകരിക്കേണ്ടതാണ്. ബർസഖി ജീവിതത്തിൽ, ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. നാളെ പരലോകത്ത് വിചാരണയെ നേരിടേണ്ടത്. അത്തരം ഒറ്റപ്പെടുന്ന സന്ദർഭത്തിലും ദുനിയാവിലെ ജീവിതത്തിലും നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് പേടിക്കേണ്ട. ഇത്തരം ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലൊന്നും ഹുദ അനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ, ഈ നൂറ് കയ്യിൽ പിടിച്ചാണ് ജീവിച്ചതെങ്കിൽ അവർക്ക് ഭയപ്പാടില്ല. വലാഹുൻ ഇങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ, ഹുദ അനുസരിച്ച് ജീവിച്ചില്ലല്ലോ,
ദുർമാർഗത്തിലായിപ്പോയല്ലോ എന്ന ഒരു വിഷമം ഒരിക്കലും അവനെ പിടികൂടുകയില്ല. അവർ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ ഒരിക്കലും ലംഘിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവരിലുണ്ട്. നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിനക്ക് വിധേയനാകേണ്ടവനാണ് എന്ന ബോധം അവനിലുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ഇച്ഛക്കനുസരിച്ച് ജീവിച്ചു തീർത്തവനല്ല അവൻ. അവൻ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിന്നവനാണ്. അതുകൊണ്ട് അതുകൊണ്ട് അവൻ തെറ്റുകളിൽ അഭിരമിച്ചിരുന്ന ജാഹിലിയ ജനതക്ക് മാറ്റമുണ്ടായത് ഈ ഖുർആൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിക സന്ദേശത്തിലൂടെ മാത്രമാണ് പുതിയ കാലത്തെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഖുർആനിന്റെ സ്വാധീനം അത് സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആദർശം, ഖുർആനിന്റെ ആദർശം, അതിന്റെ വ്യാഖ്യാനം അത് മനസ്സിലാക്കി പാരായണം ചെയ്യാൻ കഴിയണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിന്റെ ചോദ്യമാണ്. ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതിഹി. ഇതിലെ ആയത്തുകളെ കുറിച്ച് തദബ്ബുർ നടത്താനാണ് അല്ലാഹു സുബ്ഹാനഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. പണ്ടെന്നോ മദ്രസയിൽ നിന്ന് ഖുർആൻ നോക്കി ഓതാൻ പഠിച്ചു. പിന്നെ മരണം വരെ ജീവിതകാലം ആ ഒരു നോക്കി ഓത്ത് മാത്രമാണ്. എന്ത് ലക്ഷ്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് അവതരിപ്പിച്ചു തന്നത് എന്ന ചിന്ത പലപ്പോഴും ഇല്ല. ഖുർആൻ അതൊരു ഓത്ത് മാത്രം, ബാഹ്യമായ ഒരു ഓത്ത് മാത്രം. അതിനാണോ അല്ലാഹ് നമുക്കിത് നൽകിയത്? നമ്മുടെ പല സ്വപ്നമുണ്ട്. നമ്മുടെ വീട് അല്ലേ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ വാഹനം, നമ്മുടെ ജോലി, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ സ്വായത്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച പലതും സ്വായത്തമായിട്ടുണ്ട്. പക്ഷേ നാളെ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, ഖുർആനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മൾ എത്രമാത്രം തയ്യാറായിട്ടുണ്ട്? വേദക്കാരെ അധിക്ഷേപിച്ചിറങ്ങിയ ആയത്ത് ഖുർആനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴുതയോട് ഉപമിച്ചത് മസലുൽ ലദീന ഹുമ്മിലു തൗറാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്ത് വഹിച്ചവരെ ഉപമിച്ചത് സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഗ്രന്ഥച്ചുമട് വഹിക്കുന്ന കഴുത. ആ കഴുതക്ക് അറിയില്ല എന്താണ് അതിലുള്ളത്, എവിടേക്കാ അത് കൊണ്ടുപോകുന്നത്, എന്തിനാ കൊണ്ടുപോകുന്നത്, ഒന്നും അറിയില്ല. തൗറാത്തിന്റെ പേരിൽ തൗറാത്ത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അഭിമാനിക്കാതെ നടന്ന അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ അതുപോലെ നമ്മൾ അതപ്പതിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആന് ശേഷം ഒരു വേദഗ്രന്ഥത്തിന്റെ അവതരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിനെ എത്രമാത്രം അധിക്ഷേപിച്ചിട്ടായിരിക്കും ആ ഗ്രന്ഥത്തിൽ ചിത്രീകരിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ വേദക്കാർക്ക് പറ്റിയത്? യൂഷിക്കു അൻ യുർത്തപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യുർഫഉൽ ഇൽം, എങ്ങനെയാണ് റസൂലെ ഇൽമു ഉയർത്തപ്പെടുക? വഖദ് ഖറഅനൽ ഖുർആന വഅല്ലംനാഹു അബ്നാഅന, ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ഞങ്ങളെ മക്കളെ ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചുള്ള ചോദ്യം, അവലൈസത്തിത് തൗറാത്തു വൽ ഇൻജീലു ബിഐദിൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവരും ഇൻജീലും ഇല്ലാതിരുന്നത് കൊണ്ടാണോ അവർ പിഴച്ചത്? അല്ല. ഫമാ അഗ്ന അൻഹും ഹീന തറകു അംറല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയെ അവർ നിരസിച്ചു കഴിഞ്ഞു. ഞങ്ങളാണ് തൗറാത്തിന്റെ ആളുകൾ എന്ന് പറയുകയും തൗറാത്തിൽ അവരോട് ആജ്ഞാപിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മാറ്റിവെച്ചു. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലൗ അന്നഹും വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, തൗറാത്തിനും ഇൻജീലിനും അനുസൃതമായി അവർ നിലകൊണ്ടിരുന്നെങ്കിൽ മുകളിൽ നിന്നും താഴെ നിന്നും അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുമായിരുന്നു എന്നത്. അതുകൊണ്ട് അതുപോലെ അധപ്പതിക്കുന്ന ഒരവസ്ഥ ഈ സമുദായത്തിനുണ്ടാവരുത്. മുന്നിലിരിക്കുന്ന സ്വഹാബികളോട് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലൈഹി വസല്ലമ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് പറയാണ്, യഖ്റുജു ഫീകും ഖൗമുൻ, നിങ്ങൾക്ക് ശേഷം ഒരു ഖൗമ് വരാനുണ്ട്. സഹാബത്തിനോട് പറയാണ്, നിങ്ങൾക്ക് ശേഷം ഒരു സമൂഹം വരാനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയാമോ? തഹ്ഖിറൂന സ്വലാതകും മഅ സ്വലാതിഹിം വസിയാമകും മഅ സിയാമിഹിം വഅമലകും മഅ അമലിഹിം. നിങ്ങളെക്കാളും വലിയ നിസ്കാരക്കാരാണ്, നിങ്ങളെക്കാളും വലിയ നോമ്പർ, നിങ്ങളെക്കാളും വലിയ അമലിന്റെ ആളുകളാണ്. യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും, പക്ഷേ ലാ യുജാവിസു തറാഖിഹിം,
കമാ യംറുഖു സഹ്മു മിനർ റമിയ, വേട്ട മൃഗത്തെ തുളച്ചിട്ട് അമ്പ് പോകുന്നത് പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതര മതവിഭാഗത്തെ കുറിച്ചല്ല. കാരണം നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, അമലുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ലാ യുജാവിസു തറാഖിഹിം, തൊണ്ടക്കുഴി വിട്ട് ഖുർആൻ ഇറങ്ങൂല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, എത്ര ഗൗരവകരമായ വാചകമാണത്. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്? ഖുർആൻ ഓതുന്ന വിശ്വാസിയിലുള്ള മാറ്റം എന്ത്? സൂറത്ത് അംഫാലിൽ നമുക്ക് കാണാം, ഇന്നമൽ മുഅ്മിനൂൻ, ഇവർ മാത്രമാണ് മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അവരല്ലാത്തവരൊന്നും മുഅ്മിനുകളല്ല. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയം നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, ആയത്ത് പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈമാൻ കൂടും. ആയത്ത് ഓതപ്പെട്ടാൽ ഈമാൻ കൂടും. ഇവർ മാത്രമാണ് മുഅ്മിനുകൾ. ഏത് ആയത്ത് കേട്ടിട്ടാണ് സഹോദരന്മാരെ സഹോദരികളെ നമ്മളെ ഈമാൻ കൂടിയത്? നമ്മൾ ആലോചിക്കാം. ചോദിച്ചിട്ടുണ്ട് മുനാഫിക്കുകൾ, വഇദാ മാ ഉൻസിലത്തു സൂറ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ അവർ ചോദിക്കും, ഫമിൻഹും മൻ യഖൂൽ അയ്യുക്കും സാദതു ഹാദിഹി ഈമാന, ആർക്കപ്പ ഇതുകൊണ്ട് ഈമാൻ കൂടിയത്? മുനാഫിക്കുകൾക്ക് കൂടൂല. ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാന, മുഅ്മിനുകൾക്കാണ് ഈമാൻ കൂടുക. അതുകൊണ്ട് നിഫാഖ് ഹൃദയത്തിലേക്ക് വരുന്നതിനെ ഗൗരവമായി നമ്മൾ കാണാം. ആയത്ത് പാരായണം ചെയ്യപ്പെട്ടാൽ, അത് ഒരു ആയത്ത് കേട്ടാൽ അതിന്റെ സ്വാധീനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. എങ്ങനെയാണ് തിലാവത്ത്? ഖുർആൻ പറഞ്ഞു എങ്ങനെ ഖുർആൻ തിലാവത്ത് നടത്തേണ്ടത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, ഹഖ്ക തിലാവതിഹി, തിലാവത്ത് നടത്തേണ്ട മുറപ്രകാരമാണ് തിലാവത്ത് നടത്തേണ്ടത്. എന്താണ് ഹഖ്ക തിലാവത്ത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യത്ലൂനഹു ഹഖ്ക തിലാവതിഹി എന്ന് തഅവ്വദ ബില്ലാഹി മിനൻ നാർ, വിശുദ്ധ ഖുർആനിന്റെ സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിന്റെ അനുഭൂതിയെക്കുറിച്ച്, സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ സഅലല്ലാഹൽ ജന്ന, അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു തിലാവത്ത്, നരകത്തിന്റെ അതിഭീകരമായ ശിക്ഷകൾ പറയുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവോട് ആ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു തിലാവത്ത്, അതാണ് ഹഖ്ക തിലാവത്ത് എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുഹില്ലൂന ഹലാലഹു വയുഹർരിമൂന ഹറാമഹു, ഹഖ്ക തിലാവത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഹലാലാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ ഹലാലായി കാണാം, ഖുർആൻ ഹറാമാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഹറാമായി കാണാം. അപ്പുറത്ത് ഹറാമ് ചെയ്യുക, ഇവിടെ പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സൊഫലുണ്ടാവും, ഖുർആൻ ഓതാനുണ്ടാവും. ഖുർആൻ ഹറാം എന്ന് പറഞ്ഞ കാര്യത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുകയും ചെയ്യുക. അവിടെ ആ വോത്ത് യഥാർത്ഥ തിലാവത്താകുന്നില്ല. ഹലാലാണ്, പലിശ ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തോതും, പക്ഷെ ജീവിതം മുഴുവൻ പലിശയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്കിൽ ആ തിലാവത്ത് യഥാർത്ഥ തിലാവത്താകുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഖറഉഹു കമാ അൻസലല്ലാഹ് വലാ യുഹർരിഫുൽ കലിമ അൻ മവാദിഇഹി വലാ യതഅവ്വലു മിൻഹു ഷൈഅൻ അലാ ഗൈരി തഅവീലിഹി, അല്ലാഹ് അവതരിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. വലാ യുഹർരിഫുൽ കലിമ അൻ മവാദിഇഹി, അതിലെ കലിമത്തുകളെ മാറ്റം വരുത്താതിരിക്കുക. വലാ യതഅവ്വലു മിൻഹു ഷൈഅൻ അലാ ഗൈരി തഅവീലിഹി, അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ ആയത്ത് കൊണ്ടും എന്താണ് ഉദ്ദേശിച്ചത് അതേ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനിക്കാതിരിക്കുക. അതാണ് യഥാർത്ഥ തിലാവത്ത്. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിലാവത്താണ്, ആ തിലാവത്താണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ആ തിലാവത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നമ്മളൊക്കെ കച്ചവടം ചെയ്യാറുണ്ട്, കച്ചവടം തുടങ്ങാറുണ്ട്, ഒരു ബിസിനസ് തുടങ്ങുമ്പോ പഠിക്കാറുണ്ട്. അതിനു മുമ്പ് എന്താണ് നമ്മൾ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ്, മാർക്കറ്റിൽ അതിന്റെ സ്കോപ്പ് എത്ര മാത്രമാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോ ഒരു പക്ഷേ നന്നായിട്ട് വിജയിക്കാം, അല്ലെങ്കിൽ വളരെ പരാജയത്തിലകപ്പെട്ടാകെ കടത്തിലകപ്പെടാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ബിസിനസിനെ കുറിച്ച് പറയുന്നു, അതിന്റെ പ്രത്യേകത അതൊരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല. യർജൂന തിജാറത്തൻ ലൻ തബൂർ, പക്ഷെ അതിൽ ഷെയർ മുടക്കേണ്ട മുടക്ക് മുതൽ എന്ത് എന്ന് സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹ് പറഞ്ഞു. കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് തിലാവത്ത് നടത്തുക. നമസ്കാരം നിലനിർത്തുക. വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ,
രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുക. എങ്കിൽ യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം വരാത്ത കച്ചവടത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത്. ആ ഒരു മുതൽ മുടക്ക് നമ്മളിൽ നിന്നുണ്ടാവുക. അബൂദർ റളിയല്ലാഹു അൻഹു തഖ്വ കാത്തു സൂക്ഷിക്കുക, അതാണ് എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് പറഞ്ഞു വഅലൈക ബിതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ തിലാവത്ത് നടത്തുക. എങ്കിൽ ഫഇന്നഹു നൂറുൽ ലക ഫിൽ അർദ്, ഭൂമിയിൽ അത് നിനക്കൊരു പ്രകാശവും വദുഖുറുൽ ലക ഫിസ് സമാ, ആകാശത്ത് നിനക്കതൊരു വലിയ ശേഖരവുമാണ്, വാനത്തത് വലിയ ശേഖരവുമാണ്. നിനക്ക് പരിശുദ്ധ ഖുർആനിന്റെ മാധുര്യം നുകരാൻ, ഹലാവത്ത് നുകരാൻ നമുക്ക് കഴിയണം. അന്ധവിശ്വാസങ്ങളാൽ ദുഷിച്ച മനസ്സുകൾ, ദുർവൃത്തികളാൽ ദുഷിച്ച മനസ്സുകൾ, ചളിപുരണ്ട ഹൃദയങ്ങൾ, അവർക്ക് ഖുർആനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ തുഹറത് ഖുലൂബുനാ ലലാമില്ല, ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആൻ പാരായണം മതി വരില്ല. കൽബ് ശുദ്ധമാണെങ്കിൽ ഖുർആൻ പാരായണം എത്ര നിർവഹിച്ചാലും ഒരിക്കലും ഈ കൽബിന് മതി വരില്ല എന്നത് നമ്മൾ ആലോചിക്കുക. കഴിഞ്ഞ റമദാനിന് ശേഷം നമ്മൾ എത്ര പാരായണം ചെയ്തു? അന്ന് പൂട്ടി. ഈ റമദാനിലാണോ തുറക്കുന്നത്? നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുക. നമ്മളും സലഫുകളും തമ്മിലുള്ള വ്യത്യാസം ഇമാം ഖതാദ റഹിമഹുല്ലാഹയെ സംബന്ധിച്ച് പറയാൻ ഓതി തീർക്കുമെന്നാണ്. റമദാൻ അല്ലാത്തപ്പോ റമദാനിൽ അദ്ദേഹം 3 രാത്രികൾ കൊണ്ട് ഖുർആൻ ഓതി തീർക്കും. അതിൽ തന്നെ അവസാനത്തെ 10 ഓരോ രാത്രിയിലും ഓരോ ഖത്ം തീർക്കുമെന്നാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞു, ഷാഫിഈ യഖ്തിമു ഫീ ശഹ്രി റമദാൻ 60 ഖത്മ മാ മിൻഹാ ശൈഉൻ ഇല്ലാ ഫീ സ്വലാത്ത്, 60 ഖത്ം തീർക്കും നമസ്കാരത്തിലല്ലാതെ. ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞത്, ഇദാ ദഖല റമളാൻ തറക ജമീഅൽ ഇബാദാതി വഅഖ്ബല അലാ തിലാവത്തിൽ ഖുർആൻ, റമളാൻ ആയി കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കി അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഖുർആനിന് അദ്ദേഹം പ്രാമുഖ്യം കൊടുക്കുമായിരുന്നു, ഖുർആനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമായിരുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിന്റെ ഹലാവത്ത് തടയപ്പെട്ട ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, തഫഖദു, നിങ്ങൾ പരിശോധിക്കണം. അൽ ഹലാവ ഫീ സലാത്ത്, 3 കാര്യങ്ങളിൽ ഹലാവ ചെക്ക് ചെയ്യണം. നമ്മൾ പലതും ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ, ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ട്. ഈ ഹലാവത്ത് ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. 3 കാര്യങ്ങളിൽ ഹലാവത്ത് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ എന്നത്. ഒന്ന് ഫി സ്വലാ, നമസ്കാരത്തിൽ. രണ്ടാമത്തത് വഫിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ. മൂന്നാമത്തത് വഫി ദിക്ർ, ദിക്റിൽ. ഇതിൽ 3ലും അനുഭൂതി, ഹലാവത്ത് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? ഫംലു വഅബ്ശിറൂ, അതിൽ മാധുര്യം കണ്ടെത്തിയാൽ നിങ്ങൾ സന്തോഷിച്ച് മുന്നോട്ട് കുതിക്കുക. അതല്ല ഫഇല്ലം തജിദൂഹ ഫഅലം അന്ന ബാബക മുഗ്ലഖ്, ഇല്ല കിട്ടുന്നില്ല എന്നതാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ കവാടം ഇതാ അടക്കപ്പെട്ടിരിക്കുന്നു, അത് തുറക്കാനുള്ള വഴിയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അതിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കീഴ്പ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഫുലൈൽ ഇബ്നു ഇയാൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം വഴിക്കൊള്ളക്കാരനായിരുന്ന വ്യക്തിയെ, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിച്ചത് ഈ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. മദീനയിലെ ഈത്തപ്പന കുടിലുകളിൽ സമാധാനം പകർന്ന ഖുർആൻ കുടുംബ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും പ്രകാശം പരത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലാത്തയിൽ നിന്നും ഉസ്സയിൽ നിന്നും ആ ജാഹിലിയത്തിനെ തിരിച്ചു വിളിച്ച ഈ പരിശുദ്ധ ഖുർആൻ ജാറങ്ങളിൽ നിന്ന്, മക്ബറകളിൽ നിന്ന്, ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും ഈ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ മോചനം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജ്ഞത പേറി ഇത്തറത്തിരുന്ന സമൂഹത്തെ ഉത്കൃഷ്ടരാക്കിയ ഈ പരിശുദ്ധ ഖുർആൻ വിദ്യാസമ്പന്നരായ ഈ സമൂഹത്തിന് മാർഗദർശകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ, പരിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ രോമകൂപങ്ങളെ എടുത്തു കാണിക്കുന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ സ്വാധീനത്താൽ നിൽക്കുന്ന സുന്ദരമായ ഒരു സാഹചര്യം ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബൻ മുതശാബിഹൻ മസാനി,
തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് രോമാഞ്ചമണിയുമെന്നാണ്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, അവരുടെ തൊലികൾ അവർക്ക് വിനയപ്പെട്ടു വരുമെന്നതാണ്. അത്തരമൊരവസ്ഥ നമുക്കുണ്ടാകാറുണ്ടോ? ഏതായത്ത് പാരായണം ചെയ്തിട്ട് ഏതായത്ത് കേട്ടിട്ടാണ് അത്തരം ഒരു സാഹചര്യം നമുക്കുണ്ടായത് എന്നത് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുക. സഹോദരങ്ങളെ, ഇതേ നമുക്കുണ്ടാകൂ. മറ്റെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഇതുമായി കൂടുതൽ അടുക്കാനും ജീവിതത്തിൽ അത് പകർത്താനും കൂടുതൽ വിധത്തിന്റെ ഗൈഡ് ലൈനായിട്ട് പരിശുദ്ധ ഖുർആനെ സ്വീകരിച്ച് അത് കൂടുതൽ തിലാവത്ത് നടത്തി റബ്ബിലേക്ക് അടുക്കുവാനുള്ള മാർഗം നമ്മൾ അന്വേഷിക്കുക. റഹ്മാനായ റബ്ബ് ഇതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ നെഞ്ചേറ്റിയവർ കുടുംബത്തിനും ആശ്വാസവും തണലുമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ, നബിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനായിരുന്നു എന്നതാണ്. നമ്മുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മുടെ ഭാര്യമാരോട് നമ്മൾ അന്വേഷിക്കാം. ഖുർആനാണ് പരിഹാരം. ഖുർആൻ മധുരിച്ച ഹൃദയത്തിൽ നല്ല ഭർത്താവിനെ കാണാം, നല്ല ഭാര്യയെ കാണാം. വഞ്ചനയില്ലാത്ത സാമൂഹിക പ്രവർത്തകൻ ഖുർആൻ മധുരിച്ച ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹപാഠിക്ക് മരണം വിധിക്കുന്നതിന് പകരം അവിടെ പരിശുദ്ധ ഖുർആനിന്റെ പ്രകടമെങ്കിൽ സ്നേഹം പകർന്നു നൽകുന്ന സഹപാഠികളായിരിക്കും ഉണ്ടാവുക. അവർ പാവങ്ങൾക്ക് താങ്ങായി മാറും, മാതാപിതാക്കൾക്ക് അവർ തണലായി മാറും. അവർക്ക് വേണ്ടി സമൂഹം കൊതിക്കും, അവരുടെ വിയോഗത്തിൽ സമൂഹം ദുഃഖിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമിന് മുന്നിൽ കണ്ണുനീർ പൊഴിക്കുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ, അങ്ങനെ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആൻ, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിന് അവതരിക്കപ്പെട്ടത് അവർ കേട്ടാൽ തറാ അയ്യുനഹും തഫീദു മിനൽ ജംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, അവരുടെ കണ്ണുനീർ പൊഴിക്കുന്നത് ഹക്ക് മനസ്സിലാക്കിയ കാരണത്താൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റ് വീഴുന്നത് നിനക്ക് കാണാൻ കഴിയും. യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കും, റബ്ബ ഫക്തുബ്നാ മഅ ഷാഹിദീൻ, റബ്ബേ ഷാഹിദീങ്ങളിൽ ഞങ്ങളെ രേഖപ്പെടുത്തണേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ എന്റെ വീട്, എന്റെ ഫോണ്, എന്റെ വാഹനം, എന്റെ ജോലി, എന്റെ മക്കൾ, എന്റെ എന്ന് പറയാൻ സ്വാർത്ഥമായിട്ട് നമുക്ക് ധാരാളമുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കൂ, ആത്മാർത്ഥമായിട്ട് ചിന്തിക്ക, എന്റെ ഖുർആൻ എന്ന് പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഖുർആന്റെ കോപ്പിയെ സംബന്ധിച്ചല്ല പറയുന്നത്. നമ്മുടെ കൽബിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള, നാളെ പരലോകത്ത് നമ്മുടെ ശരീരം ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഖുർആനാകുന്ന ആ ഖുർആനെ ഹൃദയത്തിലേറ്റി ഖബറിലേക്ക് പോകാൻ എത്രമാത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആൻ ഓതുക, അത് അതിന്റെ ആളുകൾക്ക് ശുപാർശകനായി വരും. ഇഖ്റഉ അസ്സഹ്റാവൈൻ, സഹ്റാവൈൻ നിങ്ങൾ പാരായണം ചെയ്യുക. സഹ്റാവൈൻ എന്ന് പറഞ്ഞാൽ ബഖറയും ആൽ ഇംറാനും പഠിച്ച ആളുകൾ, അത് ഉൾക്കൊണ്ട് ജീവിച്ചവർ, അത് പഠിച്ചവർ, അത് ഒരു മേഘം കണക്കി അവർക്ക് തണലായി നാളെ പരലോകത്ത് വരുമെന്നും അവർക്ക് വേണ്ടി, അവരുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി ആ സൂറത്തുകൾ അവർക്ക് വേണ്ടി ബാധിക്കുമെന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളോട് പറയാണ്, ഇഖ്റ, ഓതിക്കോളി, വർഖി, കയറിക്കോളൂ, വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫി ദുനിയ,
ദുനിയാവിൽ എങ്ങനെ നിങ്ങൾ ഓതിയോ അതേപോലെ നിങ്ങൾ ഓതിക്കോളൂ. കാരണം എത്ര നിങ്ങൾ ഓതുന്നു, സ്വർഗത്തിന്റെ പദവി നിങ്ങൾ ഏറ്റവും അവസാനമായി ഓതുന്ന ആയത്തിനനുസൃതമാണ്. എത്ര ഓതാൻ കഴിയോ അത്ര ഓതിക്കോളി. അതിനനുസരിച്ച് പദവി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നാളെ പരലോകത്തൊക്കെ നമ്മൾ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു അവസ്ഥ പറഞ്ഞാൽ എത്ര ഓതാൻ നമുക്ക് കഴിയും? നമുക്ക് തണലായി വരുമെന്ന് ഉറച്ചു വിശ്വസിക്കാവുന്ന എത്ര സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുമെന്ന് ചില സൂറത്തുകളെ കുറിച്ച് പറഞ്ഞു. ആ സൂറത്തുകൾ നമ്മുടെ കയ്യിലുണ്ടോ? എന്റെ ഖുർആൻ എന്ന് പറയാൻ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് മനഃപ്പാഠമാക്കാൻ, അതിന്റെ ആശയത്തിലേക്ക് ഇറങ്ങാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സദുദ്യമങ്ങളിലാണ് നമ്മൾ പങ്കുചേരേണ്ടത്. അതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പരിശുദ്ധ റമദാൻ, അതിൽ നമുക്കൊരു പുനർവിചിന്തനമാകട്ടെ. റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്ന, അതുവഴി നാളെ പരലോകത്ത് വിജയം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന നോമ്പ്, നമസ്കാരം, മറ്റു പുണ്യകർമ്മങ്ങൾ, നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, സ്വതക്കകൾ എല്ലാം റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വീഴ്ചകൾ പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا صلاتنا وصيامنا وقيامنا ودعاءنا يا رب العالمين، وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين، والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن എൻ്റെ ഉമ്മ ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഒരു പള്ളികളിൽ ഒരു ക്ലാസ് കേട്ടാൽ, ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇന്ന ക്ലാസ്, ഇന്ന ഖുർആൻ ക്ലാസ് ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും അതിൽ പങ്കെടുക്കുകയാണ്. എൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഉപ്പാക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നല്ല സ്വാലിഹായ ഒരു സന്താനം നമുക്കുണ്ടാവണം. അതിനെന്താ വേണ്ടത്? നമ്മളതിനനുസരിച്ച്